ഹായ് ഗൈസ്, എൻ്റെ സ്കോട്ട്ലൻഡ് ട്രിപ്പും പിന്നെ ഒറ്റയ്ക്ക് NC500 ചെയ്ത സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് ഈ വ്ലോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. സോ യെസ്റ്റർഡേ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, അവർ ജസ്റ്റ് ഗെയിംസ് കളിച്ചു. അപ്പോൾ ഇത് ഞാൻ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ റൂമിൽ പോയി കിടന്നുറങ്ങി. റൂം വാസ് നൈസ് ആക്ച്വലി, നല്ല സ്ലീപ്പായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസം എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കിടക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഇവിടുത്തെ സ്റ്റേ ആണ്. നമ്മളടുത്ത ആക്ച്വൽ പ്ലാൻ ആൻറ്റി ക്ലോക്ക് വൈസ് പോകാനായിരുന്നു. പക്ഷെ നമ്മൾ ക്ലോക്ക് വൈസിൻ്റെ കുറേ ഒരു 2 മണിക്കൂർ കവർ ചെയ്തു. സോ ക്ലോക്ക് വൈസ് തന്നെ കണ്ടിന്യൂസ് ആണ് പ്ലാൻ. സോ ഐം ജസ്റ്റ് ഗോയിങ് ഫോർ ആപ്പിൾ ക്രോസ്. സോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വ്യൂസ് ഉണ്ട്, അതും കൂടെ നമുക്ക് കവർ ചെയ്യാം. നമ്മളിവിടെ ചെക്കൗട്ട് ചെയ്തു. ടൈം ഓൾമോസ്റ്റ് 9:11 10 മണിക്ക് ചെക്കൗട്ട്. നമ്മളെല്ലാം പാക്ക് ചെയ്തു. സോ വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഓക്കെ. ഹായ് ഗൈസ്, ഒറ്റയടിക്ക് അടുത്ത പ്ലേസ് പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് അടിപൊളി വ്യൂസ് കണ്ടു, അതുകൊണ്ടാണ് വണ്ടി എടുത്തത്. ഓക്കെ, സോ ഐ ഷോ യു. This is the castle. The entry 12 pound. So നമ്മൾ പോയില്ല. നമ്മളവിടെ നിന്ന് വിടുവാണ്. ബിക്കോസ് പുറത്തെ വ്യൂസൊക്കെ അടിപൊളി, അകത്തേക്ക് കയറാൻ വെച്ച് കൊടുക്കണം. ഐലൻഡ് കവൊക്കെ ഉണ്ടായി, പക്ഷെ അതിന് പൈസ കൊടുക്കണം. ആദ്യമായിട്ടാണ് NC500. സോ നമ്മൾ ആപ്പിൾ ക്രോസിലേക്ക് അടുക്കുവാണ്. ദിസ് ഈസ് ആപ്പിൾ ക്രോസ്. സോ ഗഡ്സ് ആണ് തോന്നുന്നു, മീൻസ് ഭയങ്കര ഹൈറ്റാണ്. പോകാൻ സൂക്ഷ്യം കൊണ്ട് ഓടിക്കാം. അടിപൊളി സ്ഥലം, അടിപൊളി റോഡ്, സിംഗിൾ ട്രാക്കാണ്. ഓപ്പോസിറ്റ് വന്നാൽ പാസിംഗ് ലൈനിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ഥലം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ മൗണ്ടൻ നോക്കി മോനെ, അടിപൊളി സാധനം. ഇല്ലേ പോകുന്നത് 20 ഇട്ടാ പോകുന്നത്, 60 റോഡാണ്. ചെറുമുത്തങ്കേരി
പക്ഷേ വീഴുന്നത് മഴയല്ല, മണിക്കല്ലാണ്, ഹെയിൽ സ്റ്റോം. And the top of Vilchinaba point. പുറത്ത് നല്ല മഴയുണ്ട്, ഹെയിൽ സ്റ്റോം വീഴുന്നുണ്ട്. സോ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ മേലേക്ക് നേടിയിട്ടുണ്ട്. സിംഗിൾ ലൈൻ റോഡാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടിക്കേ പോകാൻ പറ്റും. ആൻഡ് വ്യൂ എല്ലാം അമേസിംഗ് ആണ്. ഇപ്പോഴാണ് മഴ വന്നത്, ഇരുന്ന വഴിക്ക് നല്ല കാലാവസ്ഥയാണ്, മൂടലായിരുന്നു, ബട്ട് കാണാനുള്ള ദാറ്റ് വാസ് അമേസിങ്. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് ഗൂഗിൾ മാപ്പ് പറയാനെയും നമ്മൾ പോകേണ്ടത് വേറെയാണ്. പാസ് തിരിച്ചിറങ്ങി പോകാനാണ് പറയുന്നത്, ബട്ട് ഈ പാസ് എവിടെ പോയി എത്തുന്നു നോക്കാമല്ലോ. ഓക്കെ, എനിക്ക് കൂടുതലൊന്നും റൈഡിങ്ങിന് പിടിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ റോഡാണ്, എന്തെങ്കിലും പറ്റിയാൽ താഴെ പോകും. ഓക്കെ, we made into the town. Last Morocco പോയപ്പോഴാണ് ഇങ്ങനെ പർവ്വതാനി പോലുള്ള പോലെയാണ്, പക്ഷെ അതും there was nothing to see. It's plain. You see this? ഹായ് ഗായ്സ്, പിന്നെയും ഹായ്. സോ നമ്മളിപ്പോൾ ഉള്ള ടൊറിഡാൻ്റെ ലോഡ്ജ് ടൊറിഡാൻ്റെ വ്യൂ പോയിൻറ്റിലാണുള്ളത്. സോ ലോഡ്ജ് ടൊറിഡ എന്ന് വെച്ചാൽ ഞാനീ കാണിച്ച ലേക്കാണ്, ഫ്രഷ് വാട്ടർ ലേക്ക്. ഇതിൻ്റെ മുകളിലുള്ള വ്യൂ ആണ്, അടിപൊളി വ്യൂ ആട്ടോ. യു ക്യാൻ സീ. ടെറൈൻ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്ഥലം വിട്ടി കുറച്ചിങ്ങെത്തി. ഇവിടെ ഒരു റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, വരുന്ന വഴിക്കാണ്. പ്ലാനിലൊന്നും ഇല്ലായിരുന്നു, ബട്ട് പുറത്തുനിന്നൊരു ചായയും മേടിച്ച് നമ്മളതിൻ്റെ ഉള്ളിൽ കയറി. നമ്മൾ ഇന്നലെ വന്ന പ്ലേസില്ല, മൊത്തം കാടിൻ്റെ നടുവിൽ, അത് തന്നെയാണ്. നല്ല രസമുണ്ട്. കാണിച്ചാൽ റോഡ്, ഇവിടെ മരങ്ങളും ചെടികളൊക്കെ. ഇപ്പോൾ ഈ ടൈമിൽ വരുന്നതാണോ അറിയില്ല, ആണെങ്കിൽ എനിക്ക് ലക്കിയാണ്, ഞാൻ ലക്കിയായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. 300 മീറ്റർ ഇടുന്നപ്പോൾ മൊത്തം ടെറൈൻ തന്നെ മാറി. ഓക്കെ, ഇത് അടിപൊളിയാണ്. ഇവിടെ മലയുണ്ട്. നോക്ക്, നോക്ക്, എൻ്റെ പുറകിലാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ സാധനം കണ്ടില്ല. ചെറിയ ഐവി ഇതൊക്കെ കാണാണ്ട് നിലപ്പോൾ പുള്ളി വയ്ക്കും. എനിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച്, നീ എന്ത് ഇതൊന്നും കാണാണ്ട് ഇങ്ങോട്ട് വന്നേ നോക്കി.
ബേക്കിൽ കാണുന്ന ലേക്കാണ് ലേക്ക് മാരി. ഓക്കെ, അവിടുന്ന് പോകണം. അത് കണ്ടു. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇത് വിക്ടോറിയ വാട്ടർഫോൾസ്. എല്ലാം അടുത്തടുത്താണ്. നമ്മളവിടെ ലേക്ക് മാരി എന്ന സ്ഥലത്തിൻ്റെ പിൻ പോയിൻ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു ഹോട്ടലിനുള്ളിൽ പോയ ഇവിടെ വെള്ളച്ചാട്ടത്തി കാണിക്കാൻ. വാട്ടർഫോൾ കഴിഞ്ഞാൽ വ്യൂ പോയിന്റ്. ചിന്ന വാക്ക് അടിപൊളി വാട്ടർഫോൾ. ഒരു ചെറിയൊരു വാക്ക് അടിപൊളി വാട്ടർഫോൾ. നമുക്കിവിടെ വന്ന് വാട്ടർഫോളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ കാരണം ആടിയിട്ടില്ല. കുറച്ച് ബീച്ച് സൈഡും ലേക്കും ആണ് ഉദ്ദേശിച്ചത്. ഇത് അടിപൊളിയാണ്, മിസ് ചെയ്യരുത്. റോട്ടിൽ തന്നെയാണ് വിക്ടോറിയ വാട്ടർഫോളിന് ഇത് കാണാം, ബോർഡ് കാണാം. അങ്ങോട്ട് ഇരിഞ്ഞാൽ ഹാർഡ്ലി 10 മിനിറ്റ് ഇവിടെ കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കിയിട്ട് ലോക്ക് മാറേ കാണിച്ചു. നമ്മളെ വണ്ടിയാണെന്നുണ്ടോ? നമ്മളെ വണ്ടി ലൈറ്റ് ഗ്രീൻ ജീപ്പ് ആണ്. ലോക്ക് മാറി മൗണ്ടെയിൻ. ഇനി നമ്മൾ അവിടെയാണ് വരുന്നത്. സമയം 6 മണിയാവാനായി. പ്ലാൻ എന്താ വെച്ചാൽ ഗ്യൂനർ ബേ എന്ന സ്ഥലമുണ്ട്. ഗ്യൂനർ ബേ നമുക്ക് അവിടെ ഒരു സൺസെറ്റ് 8 മണിയാണ് കാണിക്കുന്നത്. 8 മണീൻ്റെ ടൈമിലെത്തിയാൽ ബീച്ചിൽ സൺസെറ്റ് പിടിക്കാം. എന്നിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കാറിൽ ക്യാമ്പ് ചെയ്യാം. കാറിൽ ക്യാമ്പ് ചെയ്യാൻ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എന്നാൽ കാറിൽ ക്യാമ്പ് അടിക്കാം, ഫുഡ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു ലേക്ക് സെറ്റപ്പ് ഇട്ടു. അപ്പോൾ ഉള്ളത് ഒരു ചീസ് ദിസ് ഒരു ബീച്ച് സൈഡ് സെറ്റപ്പാണ്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ഓടിച്ചെത്തണം. ബീച്ച് അടിപൊളിയാണ്. Earlier on Thursday, it's also been reported that there have been problems with this cable car. സമയം വൈകുന്നേരമായി. ഉള്ളതാണ്. സോ ദിസ് ഈസ് ഇതാണ് അത്. ഇത് നമ്മൾ നേരത്തെ കണ്ട
പാലം മലയിച്ച്. So this is the palam, the bridge. രണ്ട് ഗോഡ്സിനെ തമ്മി ഇട്ടിരിക്കുന്ന the bridge. ഈ എന്നാ പോലെ സൈസ് നോക്കി എൻ്റെ മോനെ കണ്ടില്ലല്ലോ. ആഴത്തിൽ ഗാർലിക് ബ്രെഡ് ഒന്നും ആയില്ല. നമ്മൾ കൊറിയൻ റൈസ് ഉണ്ടാക്കും. കൊറിയൻ റൈസ് നല്ല പുലി എങ്ങനെ വരും. എൻ്റെ പേടി പുലി വരും. ഹായ്, നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽ. മറ്റേ നാല് ബ്രെഡ് കഴിച്ചിട്ട് ഒന്നും ആയില്ല. ഉണ്ട് കുറച്ച് റൈസ്, കൊറിയൻ ബാർബിക്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, റൈസ് ഇഷ്ടമാണ്. Yes. കിടക്കുന്ന സെറ്റപ്പ് ഉണ്ടെങ്കിലല്ലോ. ഇതെല്ലാം ഇത് ദിസ് ഈസ് സ്ലീപ്പിംഗ് ബാഗാണ്. 3 സീസൺ വെള്ളം കാര്യങ്ങളുണ്ട്. സോ ഇത് ഞാൻ മടക്കിയിട്ട് ഇവിടെ നമ്മൾ കിടക്കും. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. സോ നമ്മളെ 5 സ്റ്റാർ ഹോട്ടൽ. ഓക്കെ, സോ രാത്രി 10 മണിനടുത്ത് റോഡ് അവിടെയാണ്. പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഫുഡ് കഴിച്ച് നേരം 2 പടം കണ്ടിട്ട് കിടക്കാൻ വന്നു. ഉറക്കം വന്നില്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. സ്കോട്ട്ലൻഡ് 2ാം ദിവസം. NC 500 1ാം ദിവസം. നാളെ ഉള്ളപ്പോൾ പറ്റുമെങ്കിൽ ജോൺ ഗ്രെഡ്സ് പിടിക്കണം, ഇല്ലെങ്കിൽ ഡാണേഴ്സ്. സെയിം പരിപാടി തന്നെ. ഓക്കെ, അപ്പോൾ നാളെ കാണാം.